മാറിയ സാമൂഹിക അന്തരീക്ഷത്തിലും രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള മുന്നൊരുക്കത്തിലാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാൻ കാശ്മീർ ജനത കൂട്ടത്തോടെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചേർന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. 2019 സംസ്ഥാന ഭരണം കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലാകും വരെ ഭൂരിഭാഗം ജനങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നൊരു സ്ഥിതിയാണല്ലോ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും എല്ലാം ആ വോട്ട് ബഹിഷ്കരണ ആഹ്വാനമായിരുന്നു അതിൻ്റെ കാരണം. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അത് അവലോകനം ചെയ്യാൻ അടുത്തയാഴ്ചയോടുകൂടി ജമ്മു കാശ്മീരിൽ സന്ദർശിക്കുമെന്നാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ടുള്ള ഗാനേഷ് കുമാറും ASS സന്ധുവും തുടങ്ങിയവരൊക്കെ ചേർന്ന് ഓഗസ്റ്റ് 8 മുതൽ 10 വരെയാണ് ജമ്മു കാശ്മീർ സന്ദർശിക്കുക. സന്ദർശന സമയത്ത് ശ്രീനഗറിലെയും ജമ്മുവിലെയും അവിടെയുള്ള ഭരണാധികാരികളുമായും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഓഗസ്റ്റ് 10 എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായിട്ടുള്ള അവലോകന യോഗത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ജമ്മുവിൽ പ്രത്യേക വാർത്താ സമ്മേളനവും നടത്തുന്നുണ്ട്. 2024 മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കേന്ദ്രഭരണ പ്രദേശം സന്ദർശിച്ച 3-അംഗ കമ്മീഷനിലെ അംഗമെന്ന നിലയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ രാജീവ് കുമാർ രാഷ്ട്രീയ പാർട്ടികൾക്കും ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും അവിടെ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് ആണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത്. കാശ്മീർ ജനതയുടെ ജനാധിപത്യ പ്രക്രിയയിലുള്ള ആ ഗണ്യമായിട്ടുള്ള ഈ സജീവ പങ്കാളിത്തം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ പോസിറ്റീവാണ്. അടുത്തയാഴ്ചയാണ് ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി 5 വർഷം പൂർത്തിയാകുന്നത്. 2019 പഴയ സംസ്ഥാനം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കപ്പെടുകയും ആർട്ടിക്കിൾ 370 പ്രകാരം അതിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും ചെയ്തിരുന്നു. അന്നു മുതൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആഘോഷങ്ങളും പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ ദിനാഘോഷവും ഇത്തവണയും വളരെ ഭംഗിയായി തന്നെ നടത്തുവാനാണ് കാശ്മീർ ജനതയുടെ തീരുമാനം. ഇതിൽ വിളറി പൂണ്ട തീവ്രവാദികളാണ് പാകിസ്ഥാന്റെ സഹായത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ അക്രമങ്ങളൊക്കെ അവിടെ നടത്തിയത്. ഏതായാലും ജമ്മു കാശ്മീരിൽ ഉടൻ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന കാശ്മീർ ജനതയ്ക്കുള്ള ഒരു വിധിയെഴുത്തായി മാറട്ടെ.